ഞങ്ങളൊരു 4 കിലോമീറ്റർ അകലെയാണ് ഞങ്ങളുടെ വീട്, വട്ടപ്പുറം എന്ന് പറഞ്ഞ പ്രദേശത്താണ്. പിന്നെ നമ്മളത് ടി വിയിൽ കണ്ട് മാനസികമായിട്ട് വരെ കൊച്ചുങ്ങളുള്ള നമുക്ക് മക്കളുണ്ടല്ലോ, ആ ഒരു വികാരത്തിൽ ഞങ്ങളെല്ലാവരും വന്നതാണ്. ഞങ്ങൾ ഇത്ര നേരം നോക്കി നിന്ന്. പൊരിഞ്ഞ മഴയാണ് ഇവിടെ, എല്ലാവരും സഹകരിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുക, അതപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 6 മീറ്റർ ആഴമുണ്ടാവും ഈ പാലത്തിൻ്റെ അടുത്ത്. പിന്നെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു അവിടെ ഒരു തിട്ടൻ്റെ ഉണ്ട്. പിന്നെ ഒഴുക്കില്ലാത്ത സ്ഥലമാണ്, ഒഴുക്കില്ല വെള്ളത്തിന്. ഇപ്പം ഈ മഴയുടെ വെള്ളം ഒഴുക്കുണ്ടാവുള്ളൂ. പാലത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് 6 മീറ്ററോളൊക്കെ ഒരു 6 മീറ്ററിൻ്റെ അടുത്തുണ്ടാവും. ഇവിടെ ഇത്തിരി താഴ്ച കൂടുതലാണ്. ഇതിന് ഇവിടുന്ന് ഒഴുകി തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ റൗണ്ടറിൻ്റെ അവിടെ നല്ല പൊടിയും വന്ന് നീ തന്നെ ചെയ്യാറ്. പായല അവിടെ താഴെ പായലുണ്ട്, കുറച്ച് നീങ്ങിയിട്ട് പായലുണ്ട്. അങ്ങോട്ട് മുട്ടിക്കിടക്കും പായൽമേ അല്ലെങ്കിൽ തന്നെ അവിടെ ഉണ്ടാവണം. ഇപ്പം എങ്ങനെ ഇവിടെ ഈ തോണികളൊക്കെ ഇട്ട് ആ ഭാഗത്തൊക്കെ പരിശോധന ഉണ്ടോ? ഞങ്ങൾ താഴെ ഉണ്ടാവുന്നത് എപ്പോഴും ഫിഷിങ്ങിന് അടിക്കാനായിട്ട് താഴെ ഉണ്ടാവുന്നത്. അതിനെ പറഞ്ഞു. ഇന്ന് ഈ സമയത്ത് ഈ പറയുന്ന വൈകിട്ട് 6 മണി ആ സമയത്തൊക്കെ തന്നെ ഇവിടെ താഴെ വഞ്ചികളൊക്കെ ഉണ്ടായിരുന്നോ? ഇന്ന് ഉണ്ടാവില്ല. ഇന്ന് ഞായറാഴ്ച അല്ലേ, അല്ല തിങ്കളാഴ്ച അല്ലേ, ഇന്ന് ഉണ്ടാവണം. ഞാനുണ്ടായില്ല. സ്കൂബ ടീമൊക്കെ വന്നിട്ടുണ്ടോ? അതറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. ഉണ്ടാക്കിയത് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിലെ പോയേ. അതായത് ഈ മൂഴിക്കുളം ജംഗ്ഷനിൽ നിന്ന് പിന്നെ കുറുമശ്ശേരിയിലെ വീട്ടിലേക്കാണ് പോയതല്ലേ? ജംഗ്ഷനിൽ നിന്നല്ല, കുറുമശ്ശേരി ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് വേറെ വണ്ടിക്ക് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാൻഡിൽ, അതായത് ഒരു പക്ഷേ ഈ പാലത്തിനടുത്ത് നിന്ന് മൂഴിക്കുളം ജംഗ്ഷനിലേക്ക് നടന്നു വന്നിട്ടുണ്ടാകും. അതിനുശേഷം എവിടുന്ന ചേട്ടൻ്റെ ഓട്ടോയിൽ കയറുന്ന എവിടുന്ന? കുറുമശ്ശേരിയിൽ നിന്ന്. അടുത്ത സ്റ്റോപ്പ് അവിടുത്തെ. ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും? ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ടാവും. 1.5 കിലോമീറ്റർ കുറുമശ്ശേരിയിൽ നിന്ന് യുവതിയുടെ വീട്ടിലേക്ക് 1 കിലോമീറ്റർ. ആ 1 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഓട്ടോ പിടിച്ചത്. അന്നേരം ഒറ്റയ്ക്കായിരുന്നു, കുട്ടി ഉണ്ടായില്ല. ഇങ്ങോട്ടേക്ക് വന്നത് എങ്ങനെയാണെന്നുള്ള ആരെങ്കിലും എന്തെങ്കിലും സൂചനകൾ? വന്നത് ബസ്സിന് വന്നിറങ്ങിയ. ബസ്സിലാണെങ്കിൽ കുറുമശ്ശേരി മൂഴിക്കുളം ജംഗ്ഷൻ അവിടെ ബസ്സിൽ വന്ന് CCTV ഇതുണ്ട്. ബസ്സിൽ വന്ന് ഇറങ്ങിയത് ഇവിടെ. അതിന് സമയം വ്യക്തമാണോ? എത്ര മണി? 7 മണിയായിട്ടുണ്ടാവും. അത് ബസ് ഇറങ്ങുമ്പോൾ 7 മണിയോ? 7 മണിയായിട്ടുണ്ടാവണം. കാരണം അവിടെ വന്നപ്പോൾ വണ്ടി വിളിക്കുമ്പോൾ 7:30 ഇതിപ്പം ഈ തിരുവാങ്കുളം ഭാഗത്ത് നിന്ന് വരണമെങ്കിൽ ആലുവയിൽ ഇറങ്ങി മറ്റൊരു ബസ് കയറണം. നേരിട്ടില്ല. ആലുവയിൽ ഇറങ്ങി ഈ മൂഴിക്കുളം ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് വണ്ടി മാള അന്നോടെ ബസ്സിക്ക് വണ്ടിയുണ്ട്. ആലുവയിൽ നിന്ന് നേരിട്ടുണ്ട്. അപ്പോൾ മൂഴിക്കുളത്ത് ഇറങ്ങിയിട്ട് നടന്ന് കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. അതെ, തിരിച്ചു വരുമ്പോൾ കുട്ടിയില്ല. എൻ്റെ വണ്ടി വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ കുട്ടിയില്ല. അപ്പം പിന്നീട് ഈ വാർത്തകൾ വരുമ്പോഴാണോ ഈ കുട്ടി കാണാതെയൊക്കെ? അതെ, വാർത്തകൾ വരുമ്പോഴാണ് അവർ വീട്ടിൽ കുട്ടിയില്ലല്ലോ. കുട്ടിയുടെ വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ടായിരുന്നത്? വീട്ടിൽ ആരും ഉണ്ടോയെന്ന് അറിയില്ല. അവിടെ ഞാൻ അങ്ങോട്ട് അവിടെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. അപ്പോൾ തന്നെ എനിക്ക് പണമൊക്കെ നൽകിയിരുന്നു. പൈസ ഒക്കെ തന്നു. പൈസ ഒന്നും ഞാൻ പോകണു. നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ.